ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നീർവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തോടുള്ള ബന്ധത്തിൽ യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. യെഹെസ്കേൽ 1-ാം അധ്യായം 1-ാം വാക്യം. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. പ്രവാചകനായ യെഹെസ്കേൽ അവനുണ്ടായ ഒരു അനുഭവമാണ് ആ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ കാണുന്നത്. ഇതിൽ നിന്ന് ഒരു 3 പ്രധാന ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിത പ്രശ്നങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു, അതിനെ സംബന്ധിച്ച് സവിസ്തരമായി ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മനുഷ്യജീവിതത്തിലെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. പലവിധ, ചിലർക്ക് ഏറിയും കുറഞ്ഞും പ്രശ്നങ്ങൾ ഉണ്ടാകാം. അവയോട് എങ്ങനെയാണ് നാം പ്രതികരിക്കുന്നത്? നാം എല്ലാവരും നമ്മുടെ പ്രശ്നങ്ങളോട് പ്രതികരിക്കാറുണ്ട്. അത് ഏവിധമായിരിക്കും? യെഹെസ്കേൽ ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. എവിടെ വെച്ചാണെന്നും എപ്പോഴാണെന്നും ആരുടെ ഇടയിൽ ഇരിക്കുമ്പോഴാണെന്നും അവൻ വ്യക്തമായി പറയുന്നു. അതിൻ്റെ 3-ാം വാക്യത്തിൽ കൽദേ ദേശത്ത് കെബാർ നദീതീരത്ത് വെച്ച് ബോസ്യയുടെ മകൻ യെഹെസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. പ്രവാസികൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ചിന്താഗതിയല്ല. ഇന്ന് നമ്മുടെ സ്വദേശം വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് ഉപജീവനാർത്ഥം ജോലി തേടി ഒക്കെ പോകുന്ന ആളുകളെയാണ് പ്രവാസികൾ എന്ന് നാം പറയുക. എന്നാൽ അന്നത്തെ കാലത്ത് അതല്ല. ബാബേൽ രാജാവ് യഹൂദ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കി അവിടെയുള്ള ജനങ്ങളെ പ്രവാസികളായി കൊണ്ടുപോയത് രാജാക്കന്മാരുടെ അവസാന ഭാഗത്തും 2 രാജാക്കൾ അവസാന അധ്യായത്തിലും പിന്നെ ആ 2 ദിനവൃത്താന്തത്തിൻ്റെ അവസാന അധ്യായത്തിലും യിരെമ്യാ പ്രവചനത്തിലും നമുക്ക് കാണാം. അന്ന് പ്രവാസത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അടിമകളായി ബദ്ധന്മാരായി പിടിച്ചുകൊണ്ടു പോവുകയാണ്. ചിലരെ അവർക്ക് 137-ാം സങ്കീർത്തനത്തിൽ ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്ന് സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു എന്ന് കാണാം. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ എന്നും കാണാം. അടിമകളായി, അപ്പോൾ തടവുകാരായി കൊണ്ടുപോകാൻ ചിലരെ കൊല്ലാം, ചിലരെ അടിമപ്പണി ചെയ്യിക്കാം, ചില ജീവനോട് രക്ഷിക്കാം. പല രീതിയിൽ അത് കൊണ്ടുപോകുന്നവരെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അവരെ ആക്രമിച്ച് കീഴടക്കിയവരാണ്. മറ്റു വാക്കിൽ പറഞ്ഞാൽ അവരുടെ ദയാവായ്പിലാണ് ഇപ്പോൾ അവരുടെ ജീവിതം. മാത്രമല്ല, ഈ പ്രവാസികൾ അവരുടെ മധ്യേ ഇരിക്കുമ്പോൾ അവന് ദർശനം ഉണ്ടായെന്നാണ് പറയുന്നത്. അന്നത്തെ പ്രവാസികളെ സംബന്ധിച്ചോളം നക്ഷത്രത്തിൻ്റെ കഥ മാത്രമേ അവർക്ക് പറയുവാനുള്ളൂ. മക്കൾ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടവർ, ഭാര്യമാരെ നഷ്ടപ്പെട്ടവർ, ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, നാടും വീടും വിട്ടവർ, ഇനി സ്വദേശം കാണാൻ സാധ്യതയില്ല എന്ന അവസ്ഥയിൽ പോയവർ, ചുരുക്കി പറഞ്ഞാൽ നഷ്ടത്തിൻ്റെ അല്ലാതെ യാതൊരു നേട്ടത്തിൻ്റെയും കഥ അവർക്ക് പറയുവാനില്ല. അവരെ സ്വദേശം വിട്ടു, ഇനി ജന്മദേശം കാണുകയില്ല. അങ്ങനെ ബാബേൽ പ്രവാസത്തിലേക്ക് പോയ ഇസ്രായേൽ മക്കളുടെ അവസ്ഥയെ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പ്രവാസികളായിട്ട് ഒരു വിധത്തിലും താരതമ്യപ്പെടുത്താൻ ഒക്കുകയില്ല.
പറഞ്ഞല്ലോ, നഷ്ടങ്ങളുടെ മാത്രം കഥയുള്ള ജീവൻ മാത്രം തിരിച്ചു കിട്ടിയ ആ അവസ്ഥയിൽ ഉള്ള മനുഷ്യർ എന്ന് പറയാം. അവരും ഈ യാതൊരു നിശ്ചയമില്ലാത്ത ഭാവി നാളുകൾ ഒരു ചോദ്യചിഹ്നം, അങ്ങനെ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട മനുഷ്യർ ആണ് ഭൂരിപക്ഷം. അവരുടെ മധ്യേ ഇരിക്കുമ്പോൾ തനിക്കുണ്ടായ ഒരു അനുഭവമാണ് നാം അവിടെ വായിക്കുന്നത്. അപ്പോൾ ജീവിത പ്രശ്നങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു? 3 രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയും. എന്താണവ? കഷ്ടങ്ങളോ, മാരക രോഗമോ, പ്രയാസമോ, ബുദ്ധിമുട്ടോ, വിഷമങ്ങളോ, വേർപാടോ, ഉപദ്രവമോ, എന്തു വന്നാലും, പീഡയോ എന്തോ ആകട്ടെ, അതിൻ്റെയൊക്കെ നടുവിൽ നാം അവയോട് അവിടെ മധ്യേ നാം എങ്ങനെ പ്രതികരിക്കുന്നു? ഒന്നാമത്തെ രീതി, ഇതൊക്കെ വരുമ്പോൾ, പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ വരുമ്പോൾ അന്തർമുഖരായി, അധോമുഖരായി, ഉൾവലിഞ്ഞ് പട്ടുനൂൽ പുഴുവിനെ ഒരു കൊക്കൂണിനകത്ത് ഇരിക്കുന്നത് പോലെ ഉൾവലിഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിൽ, സ്വയദുഃഖത്തിൽ, സ്വയദുഃഖത്തിൽ തന്നെക്കുറിച്ച് തന്നെ ദുഃഖിച്ച് ലോകത്തിൽ നിന്നെല്ലാം വേർപെട്ട് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് മാറുന്ന അനുഭവം നമുക്കുണ്ടാകാം. അനേകർക്ക് അങ്ങനെയുണ്ട്. വേദപുസ്തകത്തിൽ തന്നെ 1-2 വ്യക്തികളെ ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മനസ്സിലാകും. ഒന്നാമത് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ, ആ അധ്യായം ഏകദേശം മുഴുവനും അത് തന്നെയാണ്. ഏലിയാവിനെ നമുക്ക് കാണാം. 18-ാം അധ്യായത്തിൽ 17ഉം 18ഉം അധ്യായങ്ങൾ നോക്കിയാൽ 17-ൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്കൊത്തോളം നടന്ന് ആ കെരീത്തിൽ കുറച്ചാളിരുന്നു. അവിടെ ദൈവം അവനെ പോഷിപ്പിച്ചു. പിന്നെ സറഫാത്തിൽ പോയി ദൈവാലോചന പ്രായം പോയി അവിടെ ദൈവം നടത്തി. 3 വർഷം കഴിഞ്ഞ് ദൈവത്താൽ അവൻ നടത്തപ്പെട്ട് വീണ്ടും ഇസ്രായേലിലേക്ക് വന്നു. കർമ്മേലിൻ്റെ മുകളിൽ വലിയ കാര്യങ്ങൾ ദൈവത്തിന് തീ ഇറക്കി, തീ കൊണ്ട് ഉത്തരമെന്ന് ദൈവത്തെ വെളിപ്പെടുത്തി അവനെ യഹോവ തന്നെ ദൈവമെന്ന് ജനത്തെ കൊണ്ട് പറയിപ്പിച്ച്, അത് മാത്രമല്ല പിന്നെ കർമ്മേലിൻ്റെ കൊടുമുടി കയറി വീണ്ടും പ്രാർത്ഥിച്ച് ദൈവം ശക്തിയായി മഴ പെയ്ച്ചു. അങ്ങനെ അത് മാത്രമല്ല ബാലിൻ്റെ പ്രവാചകന്മാരെ അവൻ നിഗ്രഹിച്ചു. ഇങ്ങനെ വൻകാര്യങ്ങൾ ചെയ്ത ഒരു ദൈവവാസൻ, തുല്യമില്ലാത്ത ശുശ്രൂഷ ചെയ്ത ഒരു ദൈവവാസൻ. എന്നാൽ അത് 18-ാം അധ്യായത്തിലാണ്. 19-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഒരു ദിവസം ഒരാൾ വീട്ടിൽ വന്നേച്ച് അവനോട് പറയുന്നു, നിനക്ക് 24 മണിക്കൂർ സമയമേ ഉള്ളൂ, അല്ലെങ്കിൽ നാളെ ഈ നേരത്ത് നിന്റെ ജീവനെ നീ കൊന്ന പ്രവാചകന്മാരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുമെന്ന് ഇസബേൽ ഒരാളിനെ പറഞ്ഞയച്ചപ്പോൾ അത് കേട്ടു. ആ മെസ്സേജ് അവന് കിട്ടി. അത് കേട്ട പാടെ ഏലിയാവ് ചെയ്തതാണ് ആ 19-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ ഭയപ്പെട്ടു, എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി, ജീവരക്ഷയ്ക്കായി ഓടാൻ തുടങ്ങി. പിന്നെ അവൻ്റെ ബാല്യക്കാരനെ കൊണ്ട് ബേർശേബ മരുഭൂമിയിൽ വിട്ടു. മാത്രമല്ല പിന്നെ കിടന്ന ചൂട്ടിച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങി. ദൈവം 2 പ്രാവശ്യം ആഹാരമൊക്കെ കൊടുത്തു. പക്ഷേ എന്നിട്ട് പിന്നെ അവൻ പുറകോട്ട് നടക്കുകയാണ്. അവൻ ഹോരേബിലേക്ക് നടന്നു ചെന്ന് ഒരു ഗുഹയ്ക്കകത്ത് കയറി ഇരുട്ടിലിരിക്കുന്ന അവസ്ഥ. ചുരുക്കി പറഞ്ഞ ഇതിനിടയ്ക്ക് ഇവൻ്റെ വായിൽ നിന്ന് വരുന്നതോ എനിക്ക് മരിക്കണം, ഞാൻ മാത്രമേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ തന്നെക്കുറിച്ച് തന്നെ ചിന്തിച്ച്, തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞ് അവർ എന്നെ കൊല്ലാൻ നോക്കുന്നു. ഞാൻ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തതാണ്, ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു, പക്ഷേ എനിക്കിപ്പം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, തീർന്നു, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് ചുറ്റുപാടിലെ യാഥാർത്ഥ്യങ്ങളൊന്നും കാണാതെ അവൻ സ്വയദുഃഖത്താൽ പീഡിപ്പിക്കപ്പെട്ട് ഉൾവലിഞ്ഞ് അവൻ ഇപ്പോൾ ചെന്ന് ഹോരേബിലേക്ക് ഗുഹയ്ക്കകത്ത് കയറി. ദൈവം കൊടുത്ത ആഹാരത്തിൻ്റെ ബലത്തിൽ 40 ദിവസം നടക്കുമ്പോഴും
അവൻ ഇതേ പറയാനുള്ള. ഒരു പക്ഷേ എൻ്റെ ഭാഷയിൽ ഞാനിങ്ങനെ പറയാറുണ്ട്, ആ വഴിക്ക് ഇവനിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പക്ഷേ ആരെങ്കിലും അവന് പരിചയക്കാർ കണ്ടുപോലെ, എൻ്റെ ഊഹമാണ്, 19 അവിടെ ദൈവവചനത്തിൽ എഴുതിയതല്ല, ഈ പ്രവാചകനെ അങ്ങ് എങ്ങോട്ട് പോകുന്നു, ഞാൻ ചാകാൻ പോവാ, അല്ലെങ്കിൽ എനിക്ക് മരിക്കണം, ഇനി ജീവിക്കണം എന്നുള്ള ആശ പോലും ഇല്ലാതെ എല്ലാത്തിനും ഉള്ളുവലിഞ്ഞ് അവൻ പോയി ചെന്ന് കയറിയതോ ഗുഹയ്ക്കകത്ത് ഒരിക്കലും വെളിച്ചമല്ലല്ലോ, ഒരു ഇരുട്ടിനകത്ത്. അവൻ്റെ ഉള്ളത്തിലും ഇരുട്ട്, പുറമേ ഇരുട്ട്. സംഭവം എന്താ? വേണമെങ്കിൽ ആ ബാല്യക്കാരന് അവനെ കൊന്നേച്ചു വന്ന് ഇസബേലിന് പറയാമല്ലോ, അത് ഉണ്ടായില്ല. ഭീഷണിയാണ്. ഒരു ഭീഷണി കേട്ടപ്പോൾ, ഭയപ്പെടുത്തുന്ന ചില വാക്കുകൾ കേട്ടപ്പോൾ, ഭയമില്ലാതെ ഏലിയാവിനെ വെല്ലുവിളിച്ച് കർമ്മയിൽ നിന്ന ഏലിയാവ് ഇപ്പോൾ ഓടുക. എത്ര ദുഃഖകരമായ പതനമാണ്. എന്താ കാരണം? ഞാൻ പറഞ്ഞു തന്നെ, അവൻ്റെ ജീവിത പ്രശ്നങ്ങളോട് പെട്ടെന്നുള്ള അവൻ്റെ പ്രതികരണം സ്വയ ദുഃഖത്തിലേക്ക് നയിച്ചു. തന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ തുടങ്ങി. പ്രാണഭയമെടുത്ത് ഓടുകയാണ്. ദൈവം അവനെ പുറത്തു കൊണ്ടുവരാൻ, ഹോരേബിലെ ഗുഹയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ എന്തെല്ലാം പ്രയോഗിച്ചു, പുള്ളി വരികയില്ല. അവസാനം അവൻ പുറത്തു വന്നു. കൊടുങ്കാറ്റ് വന്നു, തീ വന്നു, പിന്നെ മൃദുസ്വരം ഒക്കെ. എന്തിനു പറയുന്നു? ഏതായാലും പുറത്തു വന്നപ്പോൾ അവന് പിന്നെയും പരാതിയാണ്. ഇതേ അവസ്ഥ നമ്മുടെയും ജീവിതത്തിലുണ്ടാകാം. ശക്തരായി നിന്ന പലരും ഇതേ രീതിയിൽ പെട്ടെന്ന് തളർന്ന്, ദൈവം അന്നുവരെ നടത്തിയതെല്ലാം മറന്ന്, ദൈവത്തിൻ്റെ കരുതൽ മറന്ന്, സ്വയദുഃഖത്താൽ പീഡിതരായി, തന്നെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ഉൾവലിഞ്ഞ്, സകലത്തിൽ നിന്ന് ഉൾവലിഞ്ഞ് നിഷ്ക്രിയരായി, നിർവീര്യരായി, പരാതിയുടെ പൊതിക്കെട്ടുമായി ജീവിക്കുന്ന അവസ്ഥ ഇന്നുമുണ്ട്. ഇതുപോലെ തന്നെ വേറൊരാളുണ്ട് പഴയ നിയമത്തിൽ, യാക്കോബ്. ഞാൻ യാക്കോബിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തതായിരുന്നു. യാക്കോബ് നീണ്ട 22 വർഷം അവന് പറയാനുള്ളത്, എൻ്റെ മോൻ പോയി നഷ്ടബോധത്തിൽ ജീവിച്ചു. 22 വർഷം അവൻ നഷ്ടമായി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവങ്ങളോ പ്രശ്നങ്ങളോ എന്തും വരട്ടെ, അന്ന് വരെ ദൈവം നടത്തിയ, ദൈവത്തിൻ്റെ തൊട്ട് മുൻപ് വരെ ദൈവം കരുതിയ അത്ഭുതമാർന്ന ശ്രേഷ്ഠമാർന്ന ദൈവത്തിൻ്റെ വഴികളെ നിസ്സാര കാര്യത്തിന് മുൻപിൽ പെട്ടെന്ന് മറന്ന്, പെട്ടെന്ന് അവഗണിച്ച്, സ്വയത്താൽ പിടിപ്പിക്കപ്പെട്ട, ഉൾവലിഞ്ഞ, സകലത്തിൽ നിന്നും വേർപെട്ട് അവർ പിന്നെ ശുശ്രൂഷയും കളഞ്ഞു, എല്ലാം കളഞ്ഞു, നിർവീര്യരായി പോകുന്ന അവസ്ഥ. ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ അധോമുഖരായി, അന്തർമുഖരായി, തന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന, അന്ന് വരെയുള്ള ദൈവപ്രവൃത്തി എല്ലാം മറന്നു പോകുന്ന അവസ്ഥ നമ്മുടെയും ജീവിതത്തിലുണ്ടാകാം. ഏലിയാവിനെ ആ അവസ്ഥയിൽ അങ്ങ് വിട്ടിരുന്നു എങ്കിൽ എത്ര ദുഃഖകരമായത്. അവനെ തിരിച്ചു കൊണ്ടുവരാൻ, വീണ്ടും കർമ്മബോധത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവത്ര സ്നേഹത്തോടെ ഇടപെട്ടു. ഏതായാലും ദൈവത്തിൻ്റെ ഇടപെടൽ, ഏലിയാവ് അതിനെ പ്രതികരിച്ചു. ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും എന്നെ ഉപദ്രവിക്കുക, വേറെ ആരുമില്ല, എനിക്ക് തുണ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ എല്ലാവരോട് ദൈവം പറഞ്ഞു, എനിക്ക് 7000 പേര് ഇസ്രായേലിലുണ്ട്, ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട് എന്നവനെ അവനോട് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ദൈവനെ നിന്നും മടക്കി കൊണ്ടുവന്നു. ആ അവസ്ഥ നിന്നും അവൻ വേർപെട്ടു. ആ അവസ്ഥയിൽ നിന്ന് യഥാസ്ഥാനപ്പെട്ടു. പിന്നീട് ഏലിയാവിൻ്റെ ഭാവി ജീവിതം നമ്മൾ കാണുന്നത് എത്ര ശ്രേഷ്ഠമായിട്ടാണ്. മറ്റാർക്കും കിട്ടാത്ത ഭാഗ്യകരമായൊരവസ്ഥ ഏലിയാവിന് ദൈവം കൊടുത്തല്ലോ. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെ നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കാം. ചിലപ്പോൾ ചില കുറ്റപ്പെടുത്തലിൻ്റെ മുൻപിൽ, ചില അപവാദത്തിൻ്റെ മുൻപിൽ, ചില നിന്ദയുടെ മുൻപിൽ വളരെ സ്നേഹിച്ച പലരും നമുക്ക് എതിരെ തിരിയുമ്പോൾ നമുക്കും പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാം. സ്വയദുഃഖത്താൽ പീഡിപ്പിക്കപ്പെട്ട് എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞ്, ഇന്ന് ഞാൻ ഒന്നിനുമില്ല, ശുശ്രൂഷയും കളഞ്ഞ്, ദൈവസ്നേഹം കളഞ്ഞ്, പ്രാർത്ഥനയും കളഞ്ഞ്, എല്ലാത്തിൽ നിന്നും പിൻവലിഞ്ഞ്, എന്തിനു പറയുന്നു, ഒരു വല്ലാത്ത അവസ്ഥയിൽ ആയിപ്പോകുന്ന അനേകർ ആത്മീയ മണ്ഡലത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ
ഈ നാളുകൾ അങ്ങനെ എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തന്നെ ഉണ്ടായ പല അനുഭവങ്ങളിലും അതേ രീതിയിൽ ആകാമായിരുന്നു. എന്നാൽ എന്നെ കഴിഞ്ഞ നാളുകൾ നടത്തിയ കർത്താവിൻ്റെ കൃപയെ ധ്യാനിക്കുമ്പോൾ, കർത്താവിൻ്റെ കൃപയെ ഓർക്കുമ്പോൾ അതൊന്നും സാരമില്ല. പൗലോസ് അതാണല്ലോ പറയുന്നേ, വെളിപ്പെടുവാനുള്ള തേജസ്സ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അപ്പോൾ ജീവിത പ്രശ്നങ്ങളോട് ഏലിയാവ് പ്രതികരിച്ച പോലെ നാമം പ്രതികരിച്ചാൽ, അല്ലെങ്കിൽ അധോമുഖരായി കഷ്ടം പ്രയാസം വരുമ്പോൾ നമ്മെക്കുറിച്ച് മാത്രം ചിന്തിച്ച് സ്വയദുഃഖത്താൽ പ്രേരിതരായി അവശരായി മറ്റൊന്നും ചിന്തിക്കാതെ ദൈവത്തിൻ്റെ വഴികളെല്ലാം മറന്ന്, ദൈവത്തിൻ്റെ നടത്തിപ്പ് മറന്ന്, അന്ന് വരെ ദൈവം ചെയ്ത എല്ലാം മറന്ന് നാം പോകുന്നെങ്കിൽ കർത്താവ് നമ്മൾ സംസാരിക്കുന്നു, ഇത് ആ പോക്ക് അപകടമാണ്, ഇങ്ങനെ അവസാനിക്കാനല്ല നിന്നെ വിളിച്ചത്. മാത്രമല്ല വേറെ മറ്റൊരു രീതി കൂടെ ഞാൻ രണ്ടാമത്തെ വേറൊരു മാർഗം, പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പ്രതിസന്ധികളുടെ മുൻപിൽ നാം ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. അത് വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം: വ്യർത്ഥ സഹായത്തിനായി നോക്കി ഞങ്ങളുടെ കണ്ണ് ഇപ്പോഴും മങ്ങുന്നു, രക്ഷിപ്പാൻ കഴിയാത്ത ജാതിക്കായി ഞങ്ങൾ ഞങ്ങളുടെ കാവൽ മാളികയിൽ കാത്തിരിക്കുന്നു. രണ്ടാമത്തേത്, വിലാപങ്ങൾ യെരമ്യാവ് പറയുന്നു, വ്യർത്ഥ സഹായത്തിനായി നോക്കി ഞങ്ങളുടെ കണ്ണ് ഇപ്പോഴും മങ്ങുന്നു, രക്ഷിപ്പാൻ കഴിയാത്ത ജാതിക്കായി ഞങ്ങൾ ഞങ്ങളുടെ കാവൽ മാളികയിൽ കാത്തിരിക്കുന്നു. ഒന്നാമത്തേത്, എല്ലാത്തിനും ഉൾവലിഞ്ഞ് അധോമുഖരായി അന്തർമുഖരായി കർമ്മശേഷി നഷ്ടപ്പെട്ട് പ്രയോജനക്ഷമ നഷ്ടപ്പെട്ട് എന്തിനു പറയുന്നു, ഒതുങ്ങിക്കൂടാ, മൂലയ്ക്ക് ഒതുങ്ങി, ഇനി ഒന്നുമില്ല, എല്ലാം അവസാനിപ്പിച്ചു. രണ്ടാമത്തേത് എന്താണെന്നറിയാമോ? ലുക്കിംഗ് അറൗണ്ട്, ചുറ്റും നോക്കുക, ബഹിർമുഖർ, ചുറ്റും നോക്കുന്ന അനുഭവം. ഒന്ന്, ആദ്യത്തേത് അന്തർമുഖർ അല്ലെങ്കിൽ അന്തർമുഖരായി അധോമുഖരായി ഇരിക്കുക. രണ്ടാമത്തേത് ബഹിർമുഖർ, ചുറ്റും ആരെന്നെ സഹായിക്കും, എന്നെ ആര് സഹായിക്കും, എന്നെ ആരല്ലെങ്കിൽ മനുഷ്യർ ചുറ്റുള്ളവരിലേക്ക് നോക്കുന്ന അനുഭവം. ഭൂരിപക്ഷം ഇന്ന് കാണുന്നത് അങ്ങനെയാണല്ലോ. ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ എന്നെ സഹായിക്കാൻ ആരുണ്ട്, എന്നെ സഹായിക്കാൻ ആരുണ്ട്? പ്രത്യേകിച്ചും എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ശുശ്രൂഷയെ സഹായിക്കുന്ന ആരാ, നിങ്ങളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ആരാ? ഞാൻ പറയും, എൻ്റെ ദൈവം. ആരെ സപ്പോർട്ടില്ലേ? ഉടനെ ചോദിക്കും, ഇല്ല. ഞാൻ ധൈര്യമായിട്ട് പറയും. കാരണം എന്താണെന്നറിയാമോ? 60-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമത്രേ, മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമത്രേ. അപ്പോൾ വ്യർത്ഥ സഹായത്തിനായി കാത്തുകൊണ്ട് ഞങ്ങളുടെ കണ്ണും മങ്ങിപ്പോകുന്നു. എനിക്കതാ കാത്തിരിക്കുക, ആര് ഞങ്ങളെ സഹായിക്കും, ആര് ഞങ്ങളെ സഹായിക്കും, ആരുണ്ട്? ചുറ്റും നോക്കുക, ഉറ്റവരിലേക്ക്, സഹോദരങ്ങളിലേക്ക്, അല്ലെങ്കിൽ മറ്റു മനുഷ്യരിലേക്ക്, മറ്റ് പർവ്വതങ്ങളെ പോലെ തോന്നിക്കുന്ന ആളുകളിലേക്ക്. സംഗീതക്കാരൻ പറയുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും. ഏതോ ഒരു ഭാഷാന്തരത്തിൽ, ഇംഗ്ലീഷ് ഏതോ ഒരു വേർഷനിൽ അതിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു പാഠഭേദം പോലെ ഒന്ന് മാർജിനിൽ രേഖപ്പെടുത്തുന്ന ഞാൻ ശ്രദ്ധിച്ചത്. പറഞ്ഞിട്ട് ആ വാക്യത്തിന് ഇങ്ങനൊരു പാഠഭേദം കൊടുത്തു: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തണമോ? ഷാൽ ഐ ലിഫ്റ്റ് അപ്പ് മൈ ഐസ് ടു ദ ഹിൽസ്. മലയാളത്തിൽ പർവ്വതങ്ങൾ എന്നാണ്, ഇംഗ്ലീഷിൽ കുന്നുകളെന്നാണ്. പർവ്വതവും കുന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. കുന്നിന് ഹില്ലെന്നാ പറയുക, ചെറുത്, പർവ്വതം വലുത്. ഹിമാലയൻ കുന്നുകളെന്ന് പറയത്തില്ല, ഹിമാലയ പർവ്വതമാണ്. അപ്പോ ഞാൻ എൻ്റെ കണ്ണ് കുന്നുകളിലേക്ക് ഉയർത്തണോ? ഇന്ന് അതുപോലെ ഇന്ന് ഭൂരിപക്ഷം ആളുകളും ചെയ്യുന്നത്, പ്രശ്നങ്ങളുടെ മധ്യേ, വലിയ പ്രതികൂലങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങൾ, കഷ്ടങ്ങൾ നിറയുമ്പോൾ, മാറാ രോഗത്തിൻ്റെ മധ്യത്തിൽ, വേദനയുടെ മധ്യത്തിൽ, എന്തിനു പറയുന്നു, ജീവിത പ്രശ്നങ്ങൾ അലയടിക്കുമ്പോൾ പെട്ടെന്ന് മനുഷ്യൻ്റെ കണ്ണ് പോകുന്നത് കുന്നുകളിലേക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരെന്നെ സഹായിക്കും,
യെരമ്യാ പറയുന്നു വ്യർത്ഥ സഹായമാണ്. അല്ലെങ്കിൽ അത് വെറുതെ നല്ല സഹായം കിട്ടത്തില്ല. അതിന് കാത്തിരുന്ന് ഞങ്ങളുടെ കണ്ണ് മങ്ങുന്നു. സഹായിപ്പാൻ കഴിയാത്ത ജാതിക്കായി ഞങ്ങൾ ഞങ്ങളുടെ കാവൽമാളയിൽ കാത്തിരിക്കുക, നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് ദാവീദ് പറഞ്ഞ ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. മനുഷ്യന്റെ സഹായം വ്യർത്ഥമത്രേ. ലോകത്തിലെ മനുഷ്യമുഖത്തേക്ക് നമ്മൾ നോക്കിയാൽ മനുഷ്യൻ താങ്ങും സഹായിക്കും എന്ന് പറഞ്ഞ് അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ നാം ലജ്ജിച്ചു പോവുകയുള്ളൂ. നമ്മുടെ കണ്ണ് എന്താ പറയാ പൂത്തു പോകത്തേ ഉള്ളൂ, മങ്ങി പോകത്തേ ഉള്ളൂ, അവശ്യമാകത്തേ ഉള്ളൂ. നമ്മെ സഹായിക്കാൻ വെറുതെ അല്ലോ സംഗീതത്തിൽ പിന്നെയും എഴുതുന്നത്, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനും അരുത്. അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരികെ ചേരുന്നു. പക്ഷേ നാം ആദ്യം ചെയ്യുക, നാം പ്രശ്നം ഉണ്ടായാൽ ഉടനെ ആദ്യം ചെയ്യുന്നത് ഇങ്ങനെയാണ്, ചുറ്റും നോക്കുക, ലുക്കിംഗ് അറൗണ്ട്, ചുറ്റും നോക്കുകയാണ് ആരുണ്ട് എന്നെ സഹായിക്കാൻ. എന്നാൽ ഹോശേയയിൽ പറഞ്ഞു, നിന്റെ സഹായമായിരിക്കുന്ന എന്നോട് നീ മത്സരിക്കുന്നതിനൊക്കെ നാശമാണ്. ഹോശേയപ്രവണത്തിൽ നമ്മുടെ സഹായം ആര്? സംഗീതത്തിൽ പിന്നെയും പറയും, ഞാൻ എൻ്റെ കണ്ണ് പുറത്തു ഉയർത്തണമോ എന്ന് ചോദിച്ചിട്ട് അടുത്ത് പറഞ്ഞു, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഒരു വിശ്വാസിക്ക്, യഥാർത്ഥ ക്രിസ്തു വിശ്വാസിക്ക്, അല്ലാത്തവർക്ക് പറയാനൊക്കത്തില്ല, യഥാർത്ഥ ക്രിസ്തു വിശ്വാസിക്ക് സാക്ഷാൽ ഒരിക്കലും മാറിപ്പോകാത്ത വാക്കുമാറാത്ത മാറ്റമില്ലാത്ത എന്തേക്കും നിലകൊള്ളുന്ന അവൻ്റെ കർത്താവാണ് സഹായം. പക്ഷേ അതിന് ദൈവമുഖത്തേക്ക് നോക്കുന്നതിന് പകരം അങ്ങും നോക്കിയാൽ നാം നിരാശപ്പെടും. നമ്മുടെ കണ്ണ് മങ്ങിപ്പോവും, തമ്മിൽ പൂത്തുപോകുന്ന. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒന്ന് ഉൾവലിഞ്ഞ് പ്രത്യാശയായിട്ട് പോകുക, രണ്ടാമത്തേത് ചുറ്റും നോക്കി എന്നെ ആര് സഹായിക്കും? മനുഷ്യൻ്റെ സഹായം. മനുഷ്യമുഖത്തേക്ക് നോക്കുക, ധൈര്യമായി എൻ്റെ സഹായം എൻ്റെ കർത്താവ് മാത്രമാണെന്ന് പറയുവാൻ, അവൻ മാത്രമാണെന്ന് പറയാൻ ഉള്ള പ്രാഗൽഭ്യമുണ്ടോ? ഞാൻ എൻ്റെ വിശദാംശങ്ങളോട്ട് പോകുന്നില്ല. കർത്താവിൽ മാത്രം ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നു, ഞാൻ അവനായി കാത്തിരിക്കുന്നു. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കും. ഞാൻ സാധാരണ പറയാറുണ്ട്, ലോകത്തുള്ള സകല മുഖങ്ങളും മാറിയാലും ഒരു മുഖം മാറാത്തോണ്ട് അങ്ങോട്ട് നോക്കിയാൽ നാം നിരാശപ്പെടുകയില്ല. ഇന്ന് പലരും നിരാശപ്പെടുന്നു, ദുഃഖിതരാകുന്നു. കാരണം വ്യർത്ഥ സഹായത്തിനായി കാത്തുകൊണ്ട്. ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. മൂന്നാമത് ഒരു മാർഗമുണ്ട്. ഇവിടെ എസ്കേൽ പറയുന്നു, ആ 1-ാം അധ്യായത്തിന് 1-ാം വാക്യം, ഞാൻ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനം കഴിക്കും. മൂന്നാമത്തേത് മുകളിലോട്ട് നോക്കാൻ, ലുക്ക് അപ്പ്, ഉയരത്തിലേക്ക് നോക്കുക. പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ്റെ കൂട്ട് നഷ്ടമുണ്ടായ ആളുകളാണ് അവിടെ ഇരിക്കുന്നവരെല്ലാം. പക്ഷേ അവൻ മാത്രമേ ഉയരത്തിലേക്ക് നോക്കിയുള്ളൂ. നോക്കിയപ്പോഴോ കണ്ടത് ദിവ്യ ദർശനങ്ങൾ. പിന്നെ അവൻ്റെ എസ്കേലിന് പറയാനുള്ളത് അത് എനിക്ക് വർണ്ണിക്കാൻ പറ്റില്ല. കാരണം 1-ാം അധ്യായം മുഴുവൻ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ആ ചക്രങ്ങളും ആ ചിറകുകളും ഒക്കെ പറഞ്ഞ് ആ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് അവൻ വിവരിക്കുന്നു. മാത്രമല്ല അതിൻ്റെ അവസാനത്തിൽ എഴുതിയിരിക്കുന്നു, ആ ദർശനം കണ്ടപ്പോൾ ഞാൻ കവിണ് വീണു. ഞാൻ എന്ന് പറയട്ടെ, നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ അതുപോലെ അവൻ്റെ അനുഭവം മാത്രമല്ല, നിങ്ങൾ ഇയ്യോബിനെ നോക്കുക. സകലവും നഷ്ടപ്പെട്ടു. അവസാനം ഭാര്യ പോലും പറഞ്ഞു, നിങ്ങൾ പോയി ചാകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്ത് ദൈവത്തെ തിരിച്ചു പറ. അത്രത്തോളം ആശേറ്റു. പക്ഷേ അവൻ പറയുന്നു, എൻ്റെ വീണ്ടെടുപ്പാരൻ ജീവിച്ചിരിക്കുന്നു,
അവന് ഒടുവിൽ പൊടിമേൽ നിൽക്കും. എൻ്റെ ത്വക്കിങ്ങനെ ക്ഷയിച്ചതിന് ശേഷം ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും. മാത്രമല്ല വേറെ അവിടെ പിന്നെ യോവിൽ കാണാം, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. പൊന്നുപോലെ പുറത്ത്. പൊന്ന് ശോധന ചെയ്യുമ്പോൾ മിനുക്കം കുറയല്ലോ, മിനുക്കം കൂടുകയാണല്ലോ. അപ്പോൾ ഞാൻ ഇനിയും കൂടുതൽ പ്രകാശിക്കും, കൂടുതൽ മൂല്യമുള്ളതാകും, മാലിന്യം എല്ലാം മാറും, എനിക്ക് നഷ്ടം വരത്തില്ല. ഇത് കാരണം അവൻ്റെ കണ്ണ് ഉയരത്തിലായിരുന്നു. അത് കഴിഞ്ഞ് യോബിൻ്റെ 42-ാം അധ്യായത്തിൽ വരുമ്പോൾ യോബും ദൈവവുമായൊരു സംഭാഷണം കാണാം. യോബ് പറയുന്നു, എൻ്റെ കർത്താവേ, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടുള്ളൂ, പക്ഷേ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. നോക്കണേ, എത്ര ഭാഗ്യകരമായ അനുഭവം. അവൻ മുകളിലേക്ക് നോക്കി. അതുപോലെ എസ്കേലും അവൻ മുകളിലേക്ക് നോക്കി. എല്ലാവരും താഴ്ത്തു നോക്കുമ്പോൾ അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അവന് കാണാൻ കഴിഞ്ഞത് നിരാശപ്പെടുന്നതല്ല, തേജസ്സിൻ്റെ വർണ്ണിക്കാനാവാത്ത, അതുവരെ അവൻ കണ്ടിട്ടില്ലാത്ത അതിശ്രേഷ്ഠമായ സ്വർഗദർശനം പ്രാപിച്ചു. വിശ്വാസിയെ, ഈ നാളുകൾ നാം ചെയ്യേണ്ടത്, നമുക്ക് കഷ്ടത വരട്ടെ, ഉപദ്രവം വരട്ടെ, വേദന വരട്ടെ, എല്ലാവരും പകയ്ക്കട്ടെ, എല്ലാവരും നിന്ദിക്കട്ടെ, പക്ഷേ പ്രാഗൽഭ്യമായി ദൈവത്തെ മുറുകെ പിടിക്കുന്ന വ്യക്തിയെങ്കിൽ, ആത്മാർത്ഥമായി കർത്താവിൻ്റെ പാദത്തിലിരിക്കുന്ന വ്യക്തിയെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട. നിന്റെ മുൻപിൽ പ്രകാശിക്കുന്നൊരു മുഖമുണ്ട്, തേജോരൂപിയായി, വർണ്ണിക്കാനാവാത്ത, മനുഷ്യവാക്കുകൾ വർണ്ണിക്കാനാവാത്ത തേജോരൂപിയുടെ ദർശനം കാണുവാൻ നിനക്ക് സാധിക്കും. ആ പ്രവാസികൾ യെഹെസ്കേലിനോട് കൂടി ഇന്ന് ആർക്കും അത് കണ്ടില്ല. അപ്പോൾ അവൻ മുകളിലോട്ട് നോക്കിയപ്പോൾ സ്വർഗം തുറക്കുന്ന കണ്ട്. ആ വേറൊരു വിഷയത്തുള്ള ബന്ധത്തിൽ യോഹന്നാൻ്റെ കാര്യം ഞാൻ എടുത്ത വേറൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഇപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല. അവനും അതേ അവസ്ഥ. മരിക്കുവാൻ പത്മോസിൽ അയച്ച യോഹന്നാൻ പത്മോസിൽ മരിക്കുകയല്ല ചെയ്തത്. എല്ലാവരും കൈവിട്ടപ്പോൾ തേജോരൂപിയായി കർത്താവ് ഇറങ്ങി വന്നു. ഈ നാളുകളിൽ ലോകത്തുള്ള എല്ലാവരും കൈവിട്ട ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് പറയുന്നു, സ്വന്തം അനുഭവത്തിൽ നിന്ന് ധൈര്യമായി പറയുന്നു. മിത്രങ്ങൾ ശത്രുക്കളാകുമ്പോൾ, സ്നേഹിതർ എതിരാകുമ്പോൾ, നിമിഷാർത്ഥം കൊണ്ട് എല്ലാവരും കൈവിടുമ്പോൾ, എല്ലാവരും മറക്കുമ്പോൾ, മാറാത്തൊരു കർത്താവ് ജീവിക്കുന്നു. നിന്റെ കണ്ണ് മുകളിലേക്ക് ഉയർത്തുക. അപ്പോൾ നമുക്ക് 3 വഴിയുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് 3 ഏത് വേണേലും തിരഞ്ഞെടുക്കാം. നമുക്ക് പ്രശ്നങ്ങളുടെ മുൻപിൽ അധോമുഖരാകാം, താഴ്ത്തു നോക്കി ആ ഉള്ളുവലിഞ്ഞ് ആ ദുഃഖത്തിലും എന്തിനു പറയാം സ്വയദുഃഖത്തിലും വല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ ആയുസ് നരകതുല്യമായിട്ട്, പ്രത്യാശയില്ലാതെ, സന്തോഷമില്ലാതെ, ഒരു ചലനമില്ലാതെ എല്ലാവർക്കും ഭാരമായി നാളുകൾ കഴിക്കാം. അതല്ല എങ്കിൽ ചുറ്റും നോക്കാം. മറ്റുള്ളവരൊക്കെ എന്നെ ആര് സഹായിക്കും? എന്നെ സഹായിക്കുന്നില്ല. ബെഥസ്ദാക്കുളത്തിൻ്റെ കരയിലും കർത്താവ് കിടന്ന ഒരു രോഗിയുണ്ടല്ലോ, 38 വർഷം രോഗിയായി കിടന്നവൻ. കർത്താവ് അവനെ കണ്ടപ്പോൾ അവനൊരു ചോദ്യം ചോദിച്ചു, സൗഖ്യം പ്രാപിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ഉടനെ അവൻ പറഞ്ഞത്, ഇപ്പം ഞാൻ വെള്ളത്തിൽ ഇറക്കാൻ, വെള്ളം കലക്കുമ്പോൾ വെള്ളത്തിൽ ഇറക്കാൻ എനിക്കാരുമില്ല. കർത്താവ് ചോദിച്ചത് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നാ. നിനക്ക് ആളുണ്ടോ ഇല്ലയോ എന്നൊന്നും ചോദിച്ചില്ല. അവനപ്പോൾ അതേ അറിയത്തുള്ളൂ. ഇന്നും അതുപോലെ തന്നെ സർവശക്തനായ, സകലത്തിനും മതിയായ, സർവോല്ലഭനായ എൻ്റെ കർത്താവ് ജീവിക്കുന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ മനസ്സില്ലാതെ ചുറ്റും നോക്കി നിരാശപ്പെട്ട് കണ്ണും മങ്ങി പ്രത്യാശ നഷ്ടപ്പെട്ട് ഒന്നാമത്തെ ഗ്രൂപ്പ് അങ്ങ് ഒതുങ്ങി. രണ്ടാമത്തവർ ഇങ്ങനെ നോക്കി നടക്കുക, ആരുണ്ട് നോക്കി നടക്കുക. എന്നാൽ മുകളിലേക്ക് നോക്കുമ്പോൾ ചിത്രം വേറെയാണ്. സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് ദാവീദ് പറഞ്ഞത് ഇന്നും സത്യമാണ്. എനിക്ക് ഈ 53 ചെല്ലുവാനും വർഷത്തെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് തറപ്പിച്ച് പറയാൻ കഴിയും, ഒരിക്കലും ലജ്ജിപ്പിക്കുന്നതല്ല കർത്താവ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ചെറുതാകട്ടെ വലുതാകട്ടെ,
എല്ലാവർക്കും ഒരേ പ്രശ്നമല്ലല്ലോ. ചിലപ്പോൾ ചിലർക്ക് വലിയ പ്രശ്നമായിരിക്കും, ചിലർക്ക് ചെറിയ പ്രശ്നമായിരിക്കും. നാം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അതിൻ്റെ മധ്യത്തിൽ നാം സ്വയദുഃഖത്താൽ നിറഞ്ഞ് സകലത്തിൽ നിന്നും ഉൾവലിഞ്ഞ് നിഷ്ക്രിയരായി നിരാശ്രയരായി നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു, നിരാശപൂർണമായി. അതോ പ്രശ്നങ്ങളുടെ മുൻപിൽ, മറ്റുള്ളവരുടെ മുൻപിൽ മുഖത്തേക്ക് നോക്കി അവിടെയും നിരാശരായി കണ്ണു മങ്ങി ഒന്നും കിട്ടാതെ അല്ലെങ്കിൽ നിരാശരായി പോകുന്നുവോ? എന്നാൽ മൂന്നാമത്തെ മാർഗം, മൂന്നാമത്തെ കൂട്ടർ ഉയരത്തിലേക്ക് നോക്കുന്നവരാണ്. ഉയരത്തിലേക്ക് നോക്കുന്നവർ അവർ ലജ്ജിച്ചു പോകത്തില്ല. തേജപൂർണനായ സ്തേഫാനോസ് അവനെ കല്ലെറിയുന്ന സമയത്ത് അവൻ സ്വർഗത്ത് അവനെ കണ്ണ് മുകളിലോട്ടായിരുന്നു നിർത്തി. കല്ലെറിയുന്നവരൊന്നും അവൻ കണ്ടില്ല. അവൻ്റെ മേത്ത് കല്ല് വന്ന് വീഴുമ്പോൾ അവൻ്റെ കണ്ണ് മുകളിലോട്ട്. അപ്പോൾ പറഞ്ഞെന്താ? സ്വർഗം തുറന്നിരിക്കുന്നു, മഹിമയുടെ വലതു ഭാഗത്ത് ദൈവപുത്രൻ നിൽക്കുന്നു. എന്ത് ഭാഗ്യകരമായ ദർശനമാണ് പ്രിയമുള്ളവരെ. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു, മാറാത്തവനായി ജീവിക്കുന്നു, എല്ലാ പ്രശ്നത്തിനും മതിയായവനായി ജീവിക്കുന്നു. കർത്താവിന് മാറ്റമില്ല. ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രകാശിക്കുന്ന മുഖവുമായി ചൈതന്യപൂർണരായി ധന്യരായി ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. അധോമുഖരായിരിക്കാനില്ല, പ്രശ്നങ്ങളുടെ മുഖത്ത് അധോമുഖരായി ഇൻട്രോവേർട്ടായി ജീവിക്കാനല്ല, പ്രശ്നങ്ങളുടെ മുഖത്ത് മറ്റുള്ളവരിലേക്ക് സഹായം തേടി പോകാനല്ല, പ്രശ്നങ്ങളുടെ മുഖത്ത് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക, കണ്ണ് ഉയർത്തുക. സഹായിപ്പാൻ അവൻ്റെ കരം കുറുതായി പോയിട്ടില്ല, അവൻ്റെ ചെയ്യും മന്ദമായിട്ടില്ല, അവൻ ജീവിക്കുന്നു. വിടുവിപ്പാൻ ശക്തൻ, കർമ്മോന്മുഖനായി പൂർണ്ണ ബലത്തോടെ ചൈതന്യപൂർണനായി ശ്രേഷ്ഠനായി ഉത്തമനായി നടത്തുവാൻ എൻ്റെ കർത്താവ് മതിയായവൻ. ഈ ദൈവത്തിൽ അപ്പോൾ അതും താഴോട്ട് പോലെ അല്ലെങ്കിൽ താഴോട്ട് നോക്കി കുനിഞ്ഞു നോക്കി അവശരായി മാറരുത്, പ്രയോജനരഹിതരായി മാറരുത്. ചുറ്റും നോക്കി കണ്ണ് മങ്ങിപ്പോകുന്ന നിരാശരായി തീരരുത്. പിന്നെയോ മുകളിലോട്ട് നോക്കി നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ മുകളിലോട്ട് നോക്കി കർത്താവിനെ കണ്ട് അവൻ്റെ മഹത്വം കണ്ട് അവനെക്കുറിച്ച് പറയുവാൻ ലോകത്തോട് ഈ എസ്കൽപ്പനെ മുഴുവൻ നിങ്ങൾ നോക്കുക. അവന് കർത്താവിൽ നിന്ന് കണ്ടതും അവനിൽ നിന്ന് പ്രാപിച്ചതുമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അതുപോലെ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യേ കർത്താവിനോട് മുകളിലോട്ട് നോക്കുന്നെങ്കിൽ നമ്മുടെ പ്രതികരണം മുകളിലേക്കാണെങ്കിൽ നമുക്ക് ചിലത് പറയുവാൻ, ലോകത്തോട് ചിലത് പറയാനുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്ക്, എൻ്റെ കർത്താവ് ചെയ്ത് നോക്ക്. അവൻ രാജാവായി ജീവിക്കുന്നല്ലോ, തേജസമ്പൂർണ്ണമായി ജീവിക്കുന്നല്ലോ. അവൻ്റെ മഹത്വം വെളിപ്പെടുന്നത് ലോകത്തോട് പറയുവാൻ നമുക്ക് കഴിയും. വലിയവനായ ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. നാഥാ, ജീവിത പ്രശ്നങ്ങൾ പലതരത്തിൽ നേരിടുമ്പോൾ അവയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് 3 രീതികൾ നാഥ നിങ്ങൾക്ക് ചിന്തിപ്പാനിടയായി. കർത്താവെ, സ്വയദുഃഖത്താൽ പ്രേരിപ്പിക്കപ്പെട്ട അധോമുഖരായിരിക്കാനില്ല, ജീവിതത്തിൽ നിന്ന് ഉൾവലിഞ്ഞ് കർമ്മശേഷി നഷ്ടപ്പെട്ട് ജീവിപ്പാൻ അല്ല. നാഥ, ചുറ്റും നോക്കി എന്നെ ആര് സഹായിക്കുമെന്ന് എണ്ണി അങ്ങനെ നിരാശപ്പെടുന്നവരായിട്ടല്ല. നാഥ, അങ്ങയുടെ മുഖത്തേക്ക് ആ പ്രശ്നങ്ങളുടെ നടുവിൽ ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി തുറന്ന സ്വർഗവും ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയും കണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളുടെ സാക്ഷിയായി ഉറച്ചു നിൽക്കുവാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. ആരെങ്കിലും ഈ വിധ സാഹചര്യങ്ങളോട് കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് ഇടപെടുമാറാണമേ. നാഥ, അങ്ങ് മഹത്വം കൊടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ അത് മറ്റുള്ളവരേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.